ഹലോ ഗൈസ്, നമ്മളെവിടെ പോകുന്നു? ഞങ്ങൾ ബീച്ചിൽ പോകാൻ പോവുകയാണ് ഗൈസ്. ഇത്തിരി മഴ കുറഞ്ഞു നിൽക്കാം, അപ്പം എനിക്ക് അഹങ്കാരം. നമുക്ക് ബീച്ചിൽ പോകാൻ നോക്കാം. അപ്പം എൻ്റെ അനിയൻ എന്നെ കൊണ്ടുപോകാൻ വന്നെയാണ്. നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ കൃഷ്ണൻ്റെ അമ്പലം. നമ്മളെപ്പം വന്നാലും ഈ ഗേറ്റ് അടച്ചിട്ടിരിക്കും. എന്താടാ അത്? വേണ്ട, നമുക്ക് വേറെ വഴി പോകാം ഗൈസ്. വരുന്നു നമ്മളുടെ കുരുട്ടുകൾ. 5 റോഡാ, വണ്ടിക്കകത്ത് 2 വീലടി. പല്ലിയാ പല്ലി. അതെ, അങ്ങനെ വിളിക്കുന്നു. നമ്മളെ മൈൻഡ് ചെയ്യാതെ പോയി ഗൈസ് അവര് ചർച്ചകൾ. അടുത്ത് നിന്നിട്ട് പേടിപ്പിക്കാതെ നമുക്കോളാം. ഇതാണ് നമ്മുടെ കൊല്ലം. നമ്മൾ എത്തിയിരിക്കുകയാണ്. തിരക്ക് കുറവാണ്, എന്നാലും ഉണ്ട്. എന്നെ മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ട് മോതാണിരടി ചിരിക്കടി പല്ലി. കള്ളം പറഞ്ഞ് വന്നേക്കോ 2 കൂടി. ഞാൻ കൊല്ലത്തോന്നുന്നു സത്യം പറഞ്ഞു. മാങ്ങ ഉപ്പിലിട്ടത് മേടിക്കാൻ വേണ്ടി നിൽക്കുവാണ് ഗൈസ്. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കാടാ. വെട്ടാടി സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കണം. മുളക് തിന്നോടാ. എത്രയാങ്ങളെ? അല്ല എന്റെ കൊച്ചിനെ എല്ലാം അടിച്ചു മാറ്റി പന്നി. ആ ചാപ്പാട് നാരായണുള്ള കണ്ണാടി നോക്കാൻ വേണ്ടിട്ടാ. നോക്കിട്ടോ. ആഹാ, അടിപൊളി. വെള്ളം അടിച്ച് കയറി വരാൻ നോക്കടാ. കടല് കയറി വന്നു.
നമ്മൾ അന്ന് വന്നപ്പോൾ ഇത്രയല്ലായിരുന്നു. ഏക്കെ അന്ന് വന്നപ്പോൾ കുറേയും കൂടെ ഇറങ്ങി നിന്നില്ലായിരുന്നു. കടലിലെ വേസ്റ്റ് ഒക്കെ മതിയുന്നു. ആളുവേ നീ ഇവിടെ നടന്നതെല്ലാം കണ്ടാ? പോക്കറ്റ് പോയപ്പം 50 രൂപ നോക്കിട്ട് ഹായ് 50 കറക്റ്റായിട്ട് കപ്പലണ്ടിക്കാരൻ വന്നിരിക്കുന്നു. എത്ര രൂപ? 10 രൂപ. ഒന്ന് 4 എണ്ണം 50 രൂപ കിടന്നു മുറിഞ്ഞിരിക്കുന്നു. വന്നു നോക്കട്ടെ. നമ്മൾ ഇവിടെ നിന്ന് ആയിരുന്നാടാ വീഡിയോ എടുത്തത്? ഓ അവിടെ നിന്നല്ലായിരുന്നാടാ? ഞങ്ങൾ കൊല്ലം ബീച്ചിൽ നിന്ന് നേരെ ഞങ്ങൾ താമിയിലോട്ട് പോവുകയാണ്. അവിടെ നിന്നപ്പോൾ എല്ലാവർക്കും 5 ചേച്ചിക്ക് താമി പോകണം. അങ്ങനെ ഞങ്ങൾ നേരെ എന്നാൽ പിന്നെ താമി പോയേക്കാന്ന് പറഞ്ഞിട്ട് പെട്രോൾ അടിക്കുന്ന വീഡിയോ എടുക്കുക. പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി. പിന്നെ എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. നല്ല രസമായിരുന്നു. ഫുള്ള് പൊട്ടി പൊളഞ്ഞ് അടക്കമായിരുന്നു. ഇത് ഷോർട്ട് കട്ട് വഴി കയറി പോയതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വേണ്ട പൊക്കോണ്ടിരിക്കുക. എന്തേ അവർ പറക്കെ തന്നെ ഉണ്ട്. അവിടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് അടിയാണെന്ന് തോന്നുന്നു. എന്തോന്നറിയില്ല. കട്ട പോസ്റ്റ് 2 എണ്ണം കൂടി പോയിട്ട് വഴി തെറ്റി അവിടെ കണ്ട് നിൽപ്പുണ്ട്. ഇപ്പൊ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് വന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുള്ള് പോസ്റ്റാ. അച്ഛ കിടന്നുറങ്ങി. പാവം എൻ്റെ കുട്ടി. വിഷമിക്കണ്ട, അവരിപ്പോൾ വരുമായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കാണുന്നില്ല ഗൈസ്. നമ്മൾ അവിടെ നിന്ന് പോസ്റ്റായത് വെറുതെ ആയിട്ട് ഗൈസ്. അവരാണെന്നുണ്ടെങ്കിൽ വേറെ ഏതോ വഴി കയറിയിട്ട് നമ്മളവിടെ നിന്ന് അവരവിടെ താമിലെത്തുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ വെച്ച് കറപ്പിച്ചാണ് പോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെറുതെ എത്ര സമയം അവിടെ പോസ്റ്റായെന്നറിയോ? എന്താണ് എന്തോ സംഭവിക്കുന്നത്? ഏതോ വഴി കൂടെ കേൾക്കൊന്നുമില്ല. ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ പിന്നെ നേരെ അവരുടെ ലൊക്കേഷൻ കിട്ടുന്നിട്ട് നേരെ അത് നോക്കി പൊയ്ക്കൊണ്ടിരിക്കുക. കടൽ ഫുള്ള് ഭയങ്കരമായിട്ട് കളികൊണ്ട് കിടക്കുന്നു. അല്ല, ഒരു വഴിക്കിറങ്ങി പുറപ്പെടുന്നില്ല. നല്ലതാ, വാ ഇങ്ങോട്ട്. ഇതാണ് ഗൈസ് നമ്മുടെ താന്നി ബീച്ച്. കാണാണ്ടായ 2 ജന്തുക്കൾ താണ്ട നിൽക്കുന്നു. വണ്ടി ഇങ്ങോട്ട് മാറി കണ്ട. വഴി തെറ്റിച്ചിട്ട് ഞങ്ങൾ അവിടെ പകുതിക്ക് നിർത്തി. ഇവളുമാർ 2 എണ്ണം കൂടെ അങ്ങ് പോയി. ചെന്ന് കയറി കൊടുക്കുക. അവരവിടെ ഇന്ന് ആടുമല്ലേ, ഫോട്ടോ എടുക്കൂടാ. അഞ്ജുവിന് ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞിട്ട് നേരെ വെച്ച് നടക്കുക. അവിടെ 2 ചേട്ടന്മാരെ ഫോട്ടോ എന്തുകൊണ്ട് എടുക്കുക. നേരെ പിന്നെ അങ്ങോട്ടത്തേക്ക് നടന്നു. ഒട്ടുന്നു ദേഹം, മോന്തേക്ക് ഒട്ടുന്നു ഉപ്പുകാറ്റടിച്ചിട്ട്.
ഞങ്ങള് വർക്കലേ നിക്കത്തോന്ന് വണ്ടി ഞങ്ങള് വർക്കലേ ആ മര്യാദക്ക് ഞാൻ പറഞ്ഞു അവിടെ എങ്ങനെ നിക്കാ തങ്കശ്ശേരി പോവാൻ നോക്കുന്നു. മൊത്തം ചീത്തോളം ചെയ്യാം. താന്നി പോണം താന്നി അന്നേരം ചോദിച്ചേ തങ്കശ്ശേരി പോവാം. തിരിച്ചു പോണമെങ്കിൽ വെച്ചാൽ മതി. ഞാൻ പോവാന്ന് ഓടുന്നു. എന്നെ ഒന്ന് ആട്രാ. അയ്യോ ചാടി കേറ്. ചാട് മിക്കാറുമ്പോ കിടക്കുന്നത്. മുട്ടയിട് എന്നിട്ട് ഇവളെവിടെ നിന്ന് ചാടി അവിടെ വീഴണം. നിന്റെ ഇടയിൽ കൂടെ എവിടെ ഇറങ്ങി ഓടുക? അതൊക്കെ എടുത്ത് മാളു എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ട്. ചാടലേടി. എന്റെ പൊന്നു ആ വയറുന്ന മൊത്തം താത്ത്. അഞ്ചു ചേച്ചി ആദ്യം കൊരുത്തിരിക്കുന്നു. ഞങ്ങള് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാം. സമ്മതിക്കത്തില്ലടി ഞാൻ. എനിക്ക് മാംഗോ ബാർ മതി. ഞാൻ മാംഗോ ബാർ മേടിച്ചു. അച്ചു മാംഗോ ബാർ മേടിച്ചു. എന്തേടാ അച്ചു? അപ്പം ഞങ്ങൾ വീടൊക്കെ തിരിച്ച് ഒരു ഫോട്ടോയോ വീഡിയോയോ ബാലൻസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പെട്ടുപോയി ഗൈസ്. അവിടെ നിന്ന് പുൽമേടിൻ്റെ അവിടെ പോയി നിന്ന് ഫോട്ടോയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞ് വലിയ യാത്ര ചെന്നതിൻ്റെ ബണ്ടിലോട്ട് നിന്നത് ദേ കിടക്കുന്ന മഴ. പിന്നെ ഒന്നും ഓർമ്മയില്ല. വെച്ചോട്ടമായിരുന്നു. ഫോൺ നനയാൻ പാടില്ലല്ലോ. അങ്ങനെ ഏറെ ഒരു കടയിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ചീതാനം അടിച്ചിട്ട് മൊത്തം ദേഹത്തോട്ട് തന്നെ വെള്ളം വീണോണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ അവിടെ നിന്ന് അത്രയും മഴയും നനഞ്ഞ്. അതിനെക്കാട് ഭേദം അവിടെ നിന്നങ്ങ് നനഞ്ഞാൽ മതിയായിരുന്നു. കടയ്ക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ തന്നെ നിന്ന് ഒന്ന് മഴ തോരാണ്ട് എങ്ങനെ ഇറങ്ങണം. അങ്ങനെ പിന്നെ അഞ്ചു ചേച്ചിയുടെ വണ്ടിക്കകത്ത് ഫോണെല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ പയ്യെ മഴ നനഞ്ഞുകൊണ്ട് തന്നെ തിരിച്ചു പോരുന്നു. 8 മണിയൊക്കെ ആയപ്പോൾ വീടെത്തി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ കഥ. ടാറ്റാ, ബൈ ബൈ, സീ യു.